ഹായ് ഹലോ, നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ദോശ ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി ഉരുളക്കിഴങ്ങ് ഒരു കുക്കറിലേക്കിട്ട് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു വിസിലും അടിച്ചാൽ നമ്മുടെ കിഴങ്ങ് പുഴുങ്ങി കിട്ടും. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാനായിട്ട് 2.5 കപ്പ് ആട്ടപ്പൊടി എടുക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി പാക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ആയതിന് ശേഷം നമുക്ക് ദോശമാവിൻ്റെ പരുവത്തിലാക്കി എടുക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കട്ടിയിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇതിലേക്ക് ഒരു സവാളയുടെ 1/4 ഭാഗം ക്യൂബായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ക്രഷ്ഡ് ചില്ലിയും ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നമ്മുടെ കിഴങ്ങിൻ്റെ കൂട്ട് നമ്മുടെ ബാറ്ററിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ കൂടെ അല്പം മല്ലിയിലയും ചേർത്ത് കൊടുക്കണം. നമുക്ക് ഈ ബാറ്ററിൻ്റെ കൂടെ ക്യാരറ്റ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ നന്നായി ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഒരു മുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. മൈദപ്പൊടി വെച്ചും നമുക്കിതുപോലെ തന്നെ ദോശ ചുട്ടെടുക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും അതും. പിന്നെ ഇനി നമുക്കൊരു പാൻ വെച്ച് പാൻ നന്നായി ചൂടായതിനു ശേഷം എണ്ണ തടവുക കേട്ടോ. പാനിൽ എണ്ണ തടവിയിട്ട് നമുക്കിതിന്ന് ഓരോ ബാറ്ററായിട്ട് ഒഴിച്ച് ചുട്ടെടുക്കാം. നമ്മുടെ ബാറ്ററിൻ്റെ തിക്നെസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ വേണേ. പിന്നെ കിഴങ്ങ് അധികമായിട്ടും ചേർക്കരുത്. കിഴങ്ങ് അധികമായിട്ട് ചേർത്താൽ നമ്മുടെ ബാറ്റർ പാനിൽ നല്ല ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. തിരിച്ച് മറിച്ചിട്ട് നമുക്ക് വേവിക്കാനൊരു ബുദ്ധിമുട്ടായിട്ട് വരും. 2.5 കപ്പ് പൊടിയിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് എന്ന രീതിയിൽ എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഡിന്നറായിട്ടും നമുക്ക് തന്നെ ഉപയോഗിക്കാം. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യണേ. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാം. ട്രൈ ചെയ്ത് നോക്കണേ.